ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. കാര്യമായിട്ടുള്ളൊരു ന്യൂസസ് ഒന്നും ഇല്ല മാർക്കറ്റിനകത്ത്. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഗുഡായിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ ഇൻഫ്ലേഷൻ ഡേറ്റ കുറവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ അത്രയും ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ആയിരിക്കാം, നോട്ട് ഷുവർ. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല. ബിക്കോസ് അത്ര വാലിഡ് ആണോ എന്ന് അറിയില്ല, നോട്ട് ഷുവർ. എനിക്ക് ഒരു ഉറപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് പ്രൈസസ് ഹൈയും ആണ്, എന്നാൽ ഇൻഫ്ലേഷൻ ഡേറ്റ നല്ല ലോയും ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നിൻ്റെയും പ്രൈസസ് അങ്ങനെ കാര്യമായിട്ട് കുറയുന്നത് കണ്ടില്ല. ശരി, ഓക്കെ, ആയിരിക്കാം. ചിലപ്പോൾ അത് മറ്റെന്തെങ്കിലും പാരാമീറ്റേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഡേറ്റയിൽ വാല്യൂ കുറവാണ്. എന്നാൽ സാധാരണ ഡേറ്റയിൽ വാല്യൂ കുറവാണെങ്കിൽ അത് നിഫ്റ്റിയെ അഫക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നിഫ്റ്റിയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ചലനവും അവിടെ സൃഷ്ടിച്ചില്ല. ഇന്നലെ ആ ഡേറ്റ വന്നിട്ടും വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ല. ഓക്കെ, ഒന്നാമത്തത് ഇപ്പോൾ ബാക്കി കാണുന്നത് നാസ്ഡാക്കിൻ്റെ ചാർട്ടാണ്. നാസ്ഡാക്ക് ഓൾ ടൈം ഹൈയിലേക്ക് കയറി ഡെയിലി ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓൾ ടൈം ഹൈ അതിങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഓൾ ടൈം ഹൈ അടിക്കുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം ഒരു ഏർപ്പാടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഒരു മൊമെൻറ്റത്തിലേക്ക് ഒരു ഡബിൾ ബോട്ടം വന്നിട്ട് കയറി മേളിലേക്ക് കയറാനുള്ള ഒരു പ്രഷർ അതിനകത്ത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ചാർട്ടിലേക്ക് നമുക്ക് വരാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് ഇന്നലെ വളരെ വോളട്ടൈലായിരുന്നു മാർക്കറ്റ്. ഐ തിങ്ക് ദിസ് വാസ് ദ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇതായിരുന്നു ഓപ്പണിങ്ങിൽ നിന്ന് ഒരൊറ്റ കയറ്റമായിരുന്നു. ആ ടൈമിൽ ഞാൻ മാർക്കറ്റിലുണ്ടായിരുന്നില്ല. പിന്നീട് മാർക്കറ്റ് വീഴുന്ന സമയത്തോ അതോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോഴെങ്ങാണ്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇന്നലെ ട്രേഡ് എടുത്തിട്ടില്ല. എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ടിലോ ഇല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗണിലോ ഏതാണ്ട് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ്. ഇല്ലെങ്കിൽ ഇതിലായിരിക്കാം. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു ട്രേഡ് എടുത്തത്. ഓക്കെ, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കിട്ടിയ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡലിൽ ഒരു എൻട്രിക്ക് എനിക്ക് സാധ്യതയുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡലിൽ ഒരു എൻട്രിക്ക് സാധ്യതയുണ്ടായിരുന്നു, ഈ ഒരു ക്യാൻഡലിൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സൈഡിലാണ് ഇന്നലെ ട്രേഡ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭം എടുത്തു. 2 ബ്രോക്കറിൽ പൊസിഷൻ എടുത്തു. 3ാമത്തെ ബ്രോക്കർ ക്രൂഡ് ഓയിലാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അത് ഇറങ്ങി. സെൻസെക്സിലാണ് എടുക്കുക. സോ എക്സ്പയറി ഡേ ആയിരുന്നു. ഓൾമോസ്റ്റ് 8 രൂപയ്ക്ക് മേടിച്ചത് 18 രൂപയ്ക്ക് വിറ്റൊഴിവാക്കാൻ പറ്റി. രണ്ടാമത് നമുക്ക് അടുത്തിനി നോക്കാനുള്ളത് ബാങ്കിങ് സെക്ടർ അത്ര ഗുഡായിട്ടല്ല. ഞാൻ കുറച്ചുകൂടെ ടൈം ഫ്രെയിം ഒന്ന് മാറ്റുവാണ്. ഓക്കെ, കാണുമ്പോൾ നെഗറ്റീവ് സൈഡിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത്ര ഗുഡൊന്നും അല്ല നിഫ്റ്റി 50യുടെ ഒരു ലെവൽ, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നിഫ്റ്റിയുടേതാണെങ്കിലും നിഫ്റ്റിയുടെ ചാർട്ട് ഇങ്ങനെയാണ്. ഒരു ഫോളിംഗ് വെഡ്ജ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കയറി പോകുന്നതിന് പകരം വീണ്ടും ഡബിൾ റീടെസ്റ്റ് ചെയ്തു. എന്നിട്ട് റീടെസ്റ്റ് ഇതൊരു താഴേക്കുള്ളൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. സോ ഒരുപാട് വരെ കാണുന്നുണ്ടാവും. ഇതൊക്കെ കാശാണ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാശായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാത്തതാണ്. സോ വീണ്ടും ഇത് ട്രെൻഡ് ഒന്ന് ചെറുതായിട്ട്, അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് വന്നാലോ, ഇത് വീണ്ടും ഒരു ട്രയാങ്കിൾ വന്നാലോ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ 2-3 പ്രാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ഈ പറയുമ്പോൾ എത്ര പേർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ചിന്തിച്ച് നോക്കുക എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, ഈ ചാർട്ട് നിങ്ങൾക്ക് തന്നെ വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. സിമ്പിൾ ചാർട്ട്സാണ് ഞാനിവിടെ എപ്പോഴും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 50യുടെ ലെവൽസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു 440 റേഞ്ച് എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയയാണ്. പറ്റിയാൽ ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകുന്നെങ്കിൽ അപ്പോൾ ആലോചിക്കാം. അടുത്തത് ക്രൂഡ് ഓയിൽ, സ്ഥിരം ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം.
നമ്മുടെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ലോ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. ആക്ച്വലി ഈ ഒരു ക്യാൻഡലിൽ ഞാൻ ഷോർട്ട് ചെയ്തു. ഇവിടെ എങ്ങാണ്ടൊരു ക്യാൻഡലിൽ ഷോർട്ട് ചെയ്തു 84 ആക്ച്വലി ഇത് തന്നെ ആയിരിക്കണം, 84 ഷോർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 64 എനിക്ക് ഓർമ്മയില്ല. ഒരു ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡ് കൂടെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോട്ട്സ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോങ്ങർ ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കിയാൽ മാർക്കറ്റ് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ തന്നെ സപ്പോർട്ട് എടുക്കുന്നു. പക്ഷെ കുറച്ചൊന്ന് വീക്കാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഇൻവെർട്ടർ കപ്പ് ആൻഡ് ഹാൻഡിൽ ആയേക്കാം. വരുന്ന ക്യാൻഡലിനെ അതറിയാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലോയും ഇവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇങ്ങനൊരു ലോയും ഉണ്ട്. നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അതിനുശേഷം അതിനനുസരിച്ചിട്ട് ട്രേഡിൽ കയറാം. സോ ഇത്രയേ ഉള്ളൂ. ഇന്നലെ നടന്നത് പ്യുവർലി ഞാൻ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഒരു മൊമെൻറ്റും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നലെ നടന്നത് കംപ്ലീറ്റ്ലി ഒരു ഷോർട്ട് കവറിങ് റാലി ആയിരുന്നു. ഷോർട്ട് കവറിങ് റാലി അല്ല, എക്സ്പയറിയുടെ വോളറ്റൈലിറ്റി ആയിരുന്നു. ആ വോളറ്റൈലിറ്റി അവിടെ നടന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഫ്ലാറ്റായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ 1-2 ചാർട്ട്സ് ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് നിഫ്റ്റി 50യുടെ ചാർട്ട്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയാണ് നിൽക്കുന്നത്. ഇത് തിരിച്ച് വന്ന് ഇതിന് മേളിൽ കയറിയാൽ വീണ്ടും ഇതിങ്ങനെ പതുക്കെ ഒഴുക്കിനെ തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ താഴേക്കാണ് പോകുന്നതെങ്കിൽ, ഈ ലെവൽസ് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ മാർക്കറ്റിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്രൂഡ് ഓയിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ അവിടെ നിൽപ്പുണ്ട്. 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നോക്കുക. ഒരു ട്രെൻഡ് ലൈൻ താഴോട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ മേളിൽ വരുമോ, ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ വരുവാണെങ്കിൽ ഇത് 580 ആണ്. അതിന് മേളിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ചാർട്ട്സ് ആയതുകൊണ്ടാണ് അതവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇതിനേക്കാളും മറ്റേ ചാർട്ട് എടുത്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും SL കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്കാൽപ്പേഴ്സിന് നല്ല മാർക്കറ്റാണ്. കയറുക, ഒരു 50-60 പോയിൻറ്റ് പ്രീമിയത്തിൽ എടുത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ആ മാർക്കറ്റിനകത്ത് കാണിക്കുന്നില്ല. ഒരു ദിവസം മുഴുവൻ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതിന് ചെയ്യാൻ പറ്റും എന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് സേഫ്. ബാക്കി നല്ല ട്രേഡ്സ് ഒന്നും അവിടെ ട്രിഗർ ചെയ്തിട്ടില്ല. HDFC ബാങ്കില്ല, ഒന്നുമില്ല. ഒരു സ്റ്റോക്കും വലുതായിട്ട് മൂവ് ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യുക, വരുന്നതെങ്കിൽ നമുക്കപ്പോൾ നോക്കാം. ഇതൊരു ട്രേഡറിൻ്റെ മാത്രമായിട്ടുള്ളൊരു മാർക്കറ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ശരി, അപ്പോൾ നന്നായിട്ട് ട്രേഡ് ചെയ്യുക, SL കീപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.